എൻ്റെ പേര് ജോമി എന്നാണ്. ചാലക്കുടി സ്വദേശിയാണ്. ചാലക്കുടി കുറ്റിച്ചിറ പുളിങ്കര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇപ്പോ 7 വർഷമായി. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു വട്ടപൂജ്യമായിരുന്നു എന്ന് പറയാം. ശാരീരികപരമായിട്ട് എഡിറ്റ് നടക്കാൻ പറ്റാത്ത ആളായിരുന്നു. സാമ്പത്തികപരമായിട്ട് ഏകദേശം 28 ലക്ഷം രൂപയുടെ മുകളിൽ ബാധ്യതയുള്ള ആളായിരുന്നു. സ്വന്തമായിട്ട് വീടോ വാഹനങ്ങളോ ഇല്ലാത്ത ആളായിരുന്നു. ഞാൻ സ്പോണ്ടിലോസിസ് പേഷ്യന്റ് ആയിരുന്നു. സ്ഥിരമായിട്ട് മരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ പാരമ്പര്യമൊന്നും സാമ്പത്തികപരമായിട്ടൊന്നും ചെയ്ത സാധാരണ കൃഷിക്കാരാണ്. കുരുപ്പണിക്കൊക്കെ പോകുന്ന ഫാമിലിയുള്ള ആളാണ്. പക്ഷേ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ലഭിച്ചത് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ അനുഭവിച്ചുള്ള ഏറ്റവും വലിയ കഷ്ടകാല സമയത്തായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുതരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ അവസരത്തിൽ ഈശ്വരന് നന്ദി പറയുകയാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരെ ക്ഷണിച്ചിട്ടൊക്കെയാണ്, സുഹൃത്തുക്കളൊക്കെ ക്ഷണിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ്സിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു ബിസിനസ്സിനോട്. കാരണം ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ സുഖമില്ലാതിരിക്കുന്ന വർഷങ്ങളെ കുറെ നാളായിട്ട് സുഖമില്ലാതിരിക്കുക, വീടിന് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ എണീറ്റ് നടക്കാൻ പറ്റിയ സമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എണീറ്റ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ അപ്ലൈനോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു സ്ഥലത്തൊരു ട്രെയിനിങ് നടക്കുന്നുണ്ട്, എന്റെ കൂടെ വരാൻ ആരുമില്ല, സാറിന് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സാറൊന്ന് വായോ, ഞാൻ കാറ് കൊണ്ടുവരാം, ഒന്ന് വന്ന് കാറിൽ കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പിടിച്ചാൽ മാത്രമാണ് അന്ന് കാറിൽ കയറി വരെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്ലൈനറുടെ സഹായത്തോടു കൂടി അവർ വലിയൊരു ആവശ്യക്കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നി ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നെ വിളിച്ച കാരണത്ത് കേട്ടിരുന്നു. ഞാൻ അവിടെ പോയി 2 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് ഒരു യന്ത്രമനുഷ്യനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒരു ഫ്രണ്ടിലെ സീറ്റിൽ വന്നിരുന്ന് എന്ത് ചെയ്തു, ആ ട്രെയിനിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. സുഹൃത്തുക്കളെ, എനിക്ക് ജീവിതത്തിൽ കുറെ തിരിച്ചറിവുകൾ കിട്ടിയ ഒരു നിമിഷമായിരുന്നു ആ 2 ദിവസം എന്നുള്ളതാണ്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സാധ്യതയെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് അവിടെ ഇരുന്ന് ചിന്തിച്ചത്. പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നതിനെ കുറിച്ച് അപ്പുറത്ത് ഭാവിയിൽ ഈ ബിസിനസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്, ഇന്നത്തെ കാലത്തെ കുറിച്ചാണ്. അതിനുശേഷം ആ ക്യാമ്പ് വന്നു, തിരിച്ച് നാട്ടിൽ വന്നു. ഒരു സ്വരൂപിച്ച് വെച്ചായിരുന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു, കുറിയിട്ട് വെച്ചായിരുന്ന പൈസ ഉണ്ടായിരുന്നു. ആ പൈസ എങ്ങനെയും കുറി എടുക്കണമെന്ന് വിചാരിച്ചു ചെന്നിട്ട് ഏജന്റിനോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, ആരും എടുക്കാനില്ല ജോമി, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം ഏജന്റിൽ നടന്നിട്ട് 80,000 അടച്ച കുറി എനിക്കൊരു 48,000 എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇതാ കിട്ടിയിട്ടുള്ളൂ, ഇത് ഉപയോഗിച്ചോളാം പറഞ്ഞു. അങ്ങനെ 48,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ കയ്യിൽ അത് ബാഗില്ല, പക്ഷെ 2 കവർ ഉണ്ടായിരുന്നു. ചാലക്കുടി സിനി ടെക്സ്റ്റൈൽസിന്റെ കവർ, ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ കവർ. 2 കവറിനകത്തും ഈ ഉൽപ്പന്നങ്ങൾ കൈ വെച്ച് ചാലക്കുടി മാർക്കറ്റിലൂടെയും സുഹൃത്തുക്കളൊക്കെ കാണാൻ പോയി. ചെറിയ ചെറിയ പ്രൊഡക്റ്റ് കൊടുത്തു. പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ വരുമാനമില്ല, 2 മക്കളുണ്ട്, ചെറുതാണ്, ഭാര്യയുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇത് വിറ്റ് കിട്ടിയാൽ മാത്രമാണ് അന്നത്തേക്ക് 1 കിലോ അരി വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്ത് വിൽക്കാൻ പോയി. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിലേക്ക് അരിയും, എന്റെ ഭാര്യ വളരെയധികം സഹകരിക്കും, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. 1/2 കിലോ ചാള മേടിച്ചു കൊടുത്താൽ പുള്ളിക്കാരത്തി വീട്ടിലെ കിണറ്റിൽ ആവശ്യം പോലെ വെള്ളമുള്ള കാരണം കൊണ്ടും തെങ്ങിന്റെ മുകളിൽ നിന്ന് ആരും കയറിയിടാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു തേങ്ങ വീഴുന്ന കാരണം കൊണ്ട് അത് അരച്ച് ഒരാഴ്ചത്തേക്കൊക്കെ എന്ത് ചെയ്യും, 1/2 കിലോ ചാള വയ്ക്കും. ഞങ്ങൾ കഞ്ഞി കുടിച്ച് ശീലിച്ചു. കാരണം കഞ്ഞി ആണെങ്കിൽ കൂടുതൽ കുടിക്കാം, കറികളൊന്നും വേറെ ഉപയോഗിക്കാതെ. അങ്ങനെ സ്ഥിരമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് പോയി. ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം, അന്ന് തുച്ഛമായ വരുമാനമുള്ളൂ. പക്ഷെ അതുകൊണ്ട് പിള്ളേർ 2 പേരെ CBSE സ്കൂളിൽ ചേർത്തായിരുന്നു, അവരുടെ ഫീസ് അടയ്ക്കണം, അങ്ങനെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ കൂട്ടിവെച്ച് അതിനിടയിൽ ഇതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, പഠിക്കണം, യാത്ര ചെയ്യണം, വർക്ക് ചെയ്യാൻ പോകണം, ഇതൊക്കെ ചെയ്യണം. എല്ലാം ഈ ബിസിനസ്സിൽ നിന്നാണ് കിട്ടിയത്. ഇതെല്ലാം വെച്ച് എന്ത് ചെയ്തു, ഇന്ന് 7 വർഷമായി ബിസിനസ് ചെയ്യുന്നു. കമ്പനിയുടെ നാഷണൽ ടീം കൂടെ റാങ്ക് അച്ചീവ് എല്ലാരും നെഗറ്റീവ് പറഞ്ഞ, എല്ലാരും അകത്തി നിർത്തിയ, ഇനി ഈ ഭാഗത്തേക്ക് വരരുതെന്ന് പറഞ്ഞ ഞാൻ ഇന്ന് എല്ലാവരും സ്വീകാര്യനായ വ്യക്തിയായി, എല്ലാ വീട്ടിലേക്ക് എപ്പോഴും ചെന്ന് കയറാവുന്ന വ്യക്തിയായി, അത്യാവശ്യം കുറച്ച് സാമ്പത്തികമൊക്കെ ആയപ്പോ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരൊക്കെ പരിഗണിക്കാൻ തുടങ്ങി. ഇന്ന് ഏകദേശം 7.5 കോടി ടേൺ ഓവർ ആ കുഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും.
ഒപ്പം തന്നെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത കാരണം കൊണ്ട് തന്നെ ചാലക്കുടിയിൽ ഒരു 600 സ്ക്വയർ ഫീറ്റിന്റെ ഏരിയ എടുത്ത് ഒരു റൂം എടുത്ത് അതിനകത്ത് സ്വന്തമായിട്ട് ഓഫീസും സംവിധാനങ്ങളും ചെയ്തു. പ്രൊഫഷണൽ ആയിട്ട് ഈ ബിസിനസിനെ കാണണമെന്ന താല്പര്യം കൊണ്ട് അതും ചെയ്തു. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ആദ്യമായിട്ടുള്ള വന്നിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് മിക്ക ആളുകൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലിയോ വീട്ടിൽ ആർക്കെങ്കിലും വരുമാനമോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പ് നിങ്ങളടുത്ത് പറയാൻ പറ്റും, നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ സേഫ് ആയ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, അടുത്ത വർഷം ഈ ദിവസം ഈ പ്ലാറ്റ്ഫോമിൽ